ഹലോ ഫ്രണ്ട്സ്, സക്സസ് അക്കാഡമിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാങ്കിങ് ആസ്പിരൻസ് കാത്തിരുന്ന ആ നോട്ടിഫിക്കേഷനാണ് ഈ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തത്. അതായത് ഇന്ത്യയിലെ വിവിധ റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കുള്ള ഓഫീസേഴ്സ് ആൻഡ് ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗ്രൂപ്പ് എ ഓഫീസേഴ്സ്, അതായത് സ്കെയിൽ 1, സ്കെയിൽ 2 ആൻഡ് സ്കെയിൽ 3. ഗ്രൂപ്പ് ബി ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് എന്നീ പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് ആണ്. ഇതിൽ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ആണ്. അത് ജൂൺ 7-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇന്ന് മുതലാണ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. എന്ന് വരെയാണ്? ജൂൺ 7 മുതൽ ജൂൺ 27 വരെയാണ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ സമയത്ത് തന്നെ നമുക്ക് ഫീ പേയ്മെൻറ്റും നടത്താവുന്നതാണ്. ഇനി അടുത്തത് നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരു ഡേറ്റ് ആണ് ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ, അതായത് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഡേറ്റ്. അത് പറയുന്നത് ഓഗസ്റ്റ് ആണ്. ഓഗസ്റ്റ് 2024 ആണ് ഇപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഡേറ്റ് പറയുന്നത്. ഓൺലൈൻ എക്സാമിനേഷൻ മെയിൻ അല്ലെങ്കിൽ സിംഗിൾ എക്സാമിനേഷൻ പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലായിരിക്കും. ഇതിൻ്റെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് അത് വരുന്നത് ജനുവരിയിലായിരിക്കും. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരുന്നത് ജനുവരി 2025 അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പറയാതെ പോയ കുറച്ച് ഡേറ്റ്സ് ഉണ്ട്. അതായത് പേയ്മെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീസ് അത് നമ്മൾ പറഞ്ഞു 7/6 ഇന്ന് മുതൽ, അതായത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആപ്ലിക്കേഷൻ ഫീസും നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് RRB പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള സമയം വരുന്നത് ജൂലൈയിലായിരിക്കും. ഇതിൻ്റെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത് ജൂലൈ 22 ടു ജൂലൈ 27 പറയുന്നത്. ഇനി നമ്മളുടെ ഓൺലൈൻ എക്സാമിനേഷൻ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ കോൾ ലെറ്റേഴ്സ് വരുന്നത് ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും. ഇതിൻ്റെ റിസൾട്ട് ഉടനെ തന്നെ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിൽ തന്നെ ആയിരിക്കും അതിൻ്റെ റിസൾട്ടും വരുന്നത്. പിന്നെ മെയിൻ എക്സാമിനേഷൻ പറഞ്ഞു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും. അതിൻ്റെ റിസൾട്ടും ഉടനെ തന്നെ പബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും ഒക്ടോബർ നവംബർ ആ ഒരു സമയങ്ങളിലായിരിക്കും. അങ്ങനെ നവംബർ ആ ഒരു സമയങ്ങളിലായിരിക്കും. അങ്ങനെ ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ആവുന്നത് ജനുവരിയിലാണ്. മെയിനായിട്ട് നോക്കുക, നമ്മളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സമയം ജൂൺ 7 മുതൽ 27 വരെയാണ്. ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ 43 റീജിയണൽ റൂറൽ ബാങ്കുകളായിട്ട് 9,995 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ റിപ്പോർട്ട് ചെയ്യാത്ത കുറേ വേക്കൻസീസ് നമ്മൾ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. NR എന്ന് പറഞ്ഞ് അവർ കൊടുത്തിട്ടുണ്ട്, നോട്ട് റിപ്പോർട്ടഡ് ആണ് ആ വേക്കൻസീസ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൽ പ്ലസ് വരാനാണ് സാധ്യത. അപ്പോൾ ഇത്രയും വേക്കൻസിയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഏജ് ലിമിറ്റാണ് നമ്മൾ നോക്കുന്നത്. ഗ്രൂപ്പ് ബി കാറ്റഗറിയിൽ വരുന്ന ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഉണ്ടാവേണ്ട ഏജ് ലിമിറ്റ് പറയുന്നത് 18 to 28 ഇയേഴ്സ് ആണ്. അപ്പോൾ 18-നും 28-നും ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഗ്രൂപ്പ് എ കാറ്റഗറിയിൽ വരുന്ന ഓഫീസർ സ്കെയിൽ 1 അതിൽ ഓഫീസർ സ്കെയിൽ 1 അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റാണ്. അതിന് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് 18 to 30 ഇയേഴ്സ് ആണ്. ഇനി ഓഫീസർ സ്കെയിൽ 2 മാനേജർ പോസ്റ്റാണ്. 21-നും 32-നും ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഓഫീസർ സ്കെയിൽ 3 ആണ്. അത് സീനിയർ മാനേജർ പോസ്റ്റാണ്. 21-നും 40-നും ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഏജ് റിലാക്സേഷനും ആപ്ലിക്കബിൾ ആണ്. അതിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനാണ് വരുന്നത്. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും PWBD കാൻഡിഡേറ്റ്സിന് 10 വർഷത്തെയും ഏജ് റിലാക്സേഷൻ കിട്ടും. ബാക്കി വരുന്ന എക്സ് സർവീസ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കുക. അത് വേണ്ടുന്ന കാൻഡിഡേറ്റ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി
എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടവർക്ക് ഉണ്ടാവേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ് പറയുന്നത്. അതിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസിൻ്റെയാണ് ആദ്യം നോക്കുന്നത്. അതിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ് പറയുന്നത്. പിന്നെ രണ്ട് കാര്യങ്ങളുണ്ട്, അതായത് പ്രൊഫിഷ്യൻസി ഇൻ ലോക്കൽ ലാംഗ്വേജും ഡിസൈറബിൾ ആയിട്ട് പറയുന്നത് വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ ഇത്രയും കാര്യമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ഈ ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക്, അതായത് മൾട്ടിപർപ്പസ് ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഉണ്ടാവേണ്ടത്. ഇനി ഓഫീസർ സ്കെയിൽ 1 അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റാണ്. അതിനും ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ് പറയുന്നത്. പിന്നെ ഈക്വലൻറ്റ് പ്രിഫറൻസ് കിട്ടുന്നുണ്ട്. അതൊക്കെ ഏതൊക്കെ സബ്ജക്റ്റിലുള്ള ഡിഗ്രിയാണ്? അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, ആനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, agricultural engineering, pisciculture, agricultural marketing and cooperation, information technology, management, law, economics or accountancy. ഇത്രയും സബ്ജക്റ്റുകളിലുള്ള ഡിഗ്രി ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഓഫീസർ സ്കെയിൽ 1. പിന്നെ വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഇവിടെയും പറയുന്നുണ്ട്. ലോക്കൽ ലാംഗ്വേജും അറിഞ്ഞിരിക്കണം. പിന്നെ പറയുന്നത് ഓഫീസർ സ്കെയിൽ 2 ആണ്. ജനറൽ ബാങ്കിങ് ഓഫീസറാണ്, മാനേജർ പോസ്റ്റാണ്. അവർക്കും ഡിഗ്രി ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ പറയുന്ന സബ്ജക്റ്റുകളിൽ, അതായത് ബാങ്കിങ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, ആനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, പിസികൾച്ചർ, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, മാനേജ്മെൻറ്റ്, ലോ, എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടൻസി, ഇതിലുള്ളവർക്ക് ഇത് ഈ പറയുന്ന സബ്ജക്റ്റുകളിൽ ഡിഗ്രി ഉള്ള കാൻഡിഡേറ്റ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതായത് ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഉണ്ടാവണം. അപ്പോൾ ഈ പറയുന്ന ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രിയോടൊപ്പം ഈ പറയുന്ന എക്സ്പീരിയൻസും 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. ഇനി പറയുന്നത് ഓഫീസർ സ്കെയിൽ 2 സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സാണ്, മാനേജർ പോസ്റ്റാണ്. അതിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഓഫീസർ, അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇറ്റ്സ് ഈക്വലന്റ് വിത്ത് മിനിമം ഓഫ് 50% മാർക്ക് ഇൻ അഗ്രഗേറ്റ്. അതാണ് പറയുന്നത്. ഡിസൈറബിൾ ആയിട്ട് എന്താ ഉണ്ടാവേണ്ടത്? സർട്ടിഫിക്കറ്റ് ഇൻ ASP, PHP, C++, ജാവ, VB, VC, OCP എക്സെട്ര, അതാണ് പറയുന്നത്. പിന്നെ ഈ റെലവൻറ്റ് ഫീൽഡിലുള്ള 1 വർഷത്തിൽ കുറയാതെയുള്ള എക്സ്പീരിയൻസും ഉണ്ടാവണം. ആർക്കാണ്? ഇൻഫർമേഷൻ ടെക്നോളജി ഓഫീസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക്. ഇനി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പോസ്റ്റാണ്, അതായത് ഓഫീസർ സ്കെയിൽ 2 വരുന്നതാണ്. അവർക്ക് അവരുടെ എസെൻഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് സർട്ടിഫൈഡ് അസോസിയേറ്റ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. പിന്നെ അവർക്ക് 1 വർഷത്തിൽ കുറയാതെയുള്ള എക്സ്പീരിയൻസും ഉണ്ടാവണം. ഇനി ലോ ഓഫീസറാണ്. ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ലോ ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ് വിത്ത് മിനിമം ഓഫ് 50% മാർക്ക് ഇൻ അഗ്രഗേറ്റ്, അതുമാണ് പറയുന്നത്. പിന്നെ അവർക്ക് 2 വർഷത്തിൽ കുറയാതെയുള്ള എക്സ്പീരിയൻസും ഉണ്ടാവണം. ഇതാണ് എസെൻഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് മാത്രമാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. മറ്റൊരു മാർഗ്ഗത്തിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷനൊന്നും അവർ സ്വീകരിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് IBPSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്. അതായത് www.ibps.in അതുവഴിയാണ് ആപ്ലിക്കേഷൻ ജൂൺ 7-നും 27-നും ഇടയ്ക്കായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഓഫീസർ സ്കെയിൽ 1, 2 and 3ക്ക് SC/ST PWBD കാൻഡിഡേറ്റ്സിന് 175 രൂപയാണ്. അതർ കാൻഡിഡേറ്റ്സിന് 850 രൂപയും. ഇനി ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ്, അതിൽ അപ്ലൈ ചെയ്യുന്ന SC, ST, PWBD, ESM ആൻഡ് DESM കാൻഡിഡേറ്റ്സിന് 175ഉം അതർ കാൻഡിഡേറ്റ്സിന് 850ഉമാണ് ഫീസ് വരുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസും നമുക്ക് ഈ പറയുന്ന ഡേറ്റുകളിൽ, അതായത് ജൂൺ 7 തൊട്ട് 27 വരെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഫീസും അടക്കാവുന്നതാണ്. അതും ഓൺലൈനായിട്ട് തന്നെയാണ് പേ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പ്രിലിമിനറി എക്സാമിനേഷൻ്റെയും മെയിൻ എക്സാമിനേഷൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും ബേസിസിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഇനി
ആദ്യം പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സ്കീമാണ് നമ്മൾ നോക്കുന്നത്. അല്ല, ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് അതിൻ്റെയാണ് ആദ്യം പറയുന്നത്. അതിൽ നമുക്ക് വരുന്ന സബ്ജക്റ്റുകൾ ഇതൊക്കെയാണ്: റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി. അതിൽ ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ് ആണ്. 80 ആയിരിക്കും മാക്സിമം മാർക്ക്. ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ, ഓൺലൈൻ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് 45 മിനിറ്റ് ആണ് കിട്ടുന്നത്. ഇത് ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ കാര്യമാണ്. ഇനി ഓഫീസർ സ്കെയിൽ 1ൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ ഇതാണ്. ഇങ്ങനെ ആയിരിക്കും. റീസണിങ് ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. ടോട്ടൽ 40 വെച്ച് 80 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. മാക്സിമം മാർക്ക് 80 തന്നെയാണ്. 45 ഈ ഒരു എക്സാമിനേഷൻ, 45 മിനിറ്റ് ആണ് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി മെയിൻ എക്സാമിനേഷനാണ് ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസിൻ്റെ മെയിൻ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇതിൽ നമുക്ക് വരുന്നത് റീസണിങ് ഉണ്ടാവും, കമ്പ്യൂട്ടർ നോളജ്, ജനറൽ അവെയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി. അങ്ങനെ 200 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു എക്സാമിനേഷനാണ്. 200 മാക്സിമം മാർക്ക്. ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് 2 മണിക്കൂറാണ് നമ്മൾക്ക് കിട്ടുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് എല്ലാ എക്സാമുകൾക്കും 0.25 ആയിരിക്കും. എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനാണ്, ഓൺലൈൻ എക്സാമിനേഷനാണ്. എല്ലാത്തിനും പറയുന്ന നെഗറ്റീവ് മാർക്കിംഗ് 0.25 ആണ്. ഇനി ഓഫീസർ സ്കെയിൽ 1ൻ്റെ മെയിൻ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് വരുന്നത് റീസണിങ്, കമ്പ്യൂട്ടർ നോളജ്, ജനറൽ അവെയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. 200 മാക്സിമം മാർക്ക്. 2 മണിക്കൂറാണ് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്ന സമയം. 0.25 തന്നെയാണ് ഇവിടെയും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. ഇനി സിംഗിൾ ലെവൽ എക്സാമിനേഷനാണ്. ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയാണ്. അതായത് ഓഫീസർ സ്കെയിൽ 2 ജനറൽ ബാങ്കിങ് ഓഫീസർ അവരുടെ എക്സാമിനേഷനാണ്. അവർക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ അങ്ങനെ 2 എക്സാമിനേഷൻ ആയിട്ടല്ല, സിംഗിൾ ലെവൽ എക്സാമിനേഷനാണ്. ഒരൊറ്റ എക്സാമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് പറയുന്നത്. അതിൽ റീസണിങ് ഉണ്ടാവും, കമ്പ്യൂട്ടർ നോളജ്, ഫിനാൻഷ്യൽ അവെയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 200 മാക്സിമം മാർക്ക്. 2 മണിക്കൂറാണ് സമയം. 0.25 നെഗറ്റീവ് മാർക്ക്. ഇനി ഓഫീസർ സ്കെയിൽ 2 അതിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിൻ്റെ സിംഗിൾ ലെവൽ എക്സാമിനേഷൻ സ്കീമാണ്. അവിടെയും പ്രൊഫഷണൽ നോളജ്, റീസണിങ്, ഫിനാൻഷ്യൽ അവെയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, കമ്പ്യൂട്ടർ നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. 240 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. മാക്സിമം മാർക്ക് 200 തന്നെയാണ്. പക്ഷേ സമയത്തിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഡ്യൂറേഷൻ പറയുന്നത് 2 hours and 30 minutes, അതായത് 2.5 മണിക്കൂറാണ് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നത്. ഇവിടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ്. നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും നമ്മളുടെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? പ്രൊഫഷണൽ നോളജ്, റീസണിങ്, ഫിനാൻഷ്യൽ അവെയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, കമ്പ്യൂട്ടർ നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. അങ്ങനെ 240 ക്വസ്റ്റ്യൻസ് ആണ്. 200 മാക്സിമം മാർക്ക്. 2.5 മണിക്കൂറാണ് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നത്. ഇത് ഓഫീസർ സ്കെയിൽ 2 സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിൻ്റെ എക്സാമിനേഷൻ സ്കീമാണ്. സിംഗിൾ ലെവൽ എക്സാമിനേഷനാണ്. ഇനി ഓഫീസർ സ്കെയിൽ 3യുടെ എക്സാമിനേഷൻ സ്കീമാണ്. ഇതും സിംഗിൾ ലെവൽ എക്സാമിനേഷൻ തന്നെയാണ്. ഇവിടെയും വരുന്നത് റീസണിങ്, കമ്പ്യൂട്ടർ നോളജ്, ഫിനാൻഷ്യൽ അവെയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. 200 ക്വസ്റ്റ്യൻസ് ആണ്. 200 മാക്സിമം മാർക്ക്. 2 മണിക്കൂറാണ് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നോക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന മറ്റൊരു കാര്യമാണ്. അതായത് ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസ് അസിസ്റ്റൻറ്റ്, മാർക്സ് ഒബ്റ്റെയിൻഡ് ഓൺലി ഇൻ ദ ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ വിൽ ബി കൺസിഡേർഡ് ഫോർ ദ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിംഗ്. അപ്പോൾ ഫോർ പോസ്റ്റ് ഓഫ് ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസിൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് മെയിൻ എക്സാമിനേഷന് നമ്മൾക്ക് കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇനി ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസർ സ്കെയിൽ 1ൻ്റെ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? മാർക്ക് ഒബ്റ്റെയിൻഡ് ഓൺലി ഇൻ ദ മെയിൻ എക്സാമിനേഷൻ ആൻഡ് ദേ ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദ ഇൻ്റർവ്യൂ. അപ്പോൾ അവർക്ക് മെയിൻ എക്സാമിനേഷൻ്റെ മാർക്കിൻ്റെ ബേസിസിൽ അവരെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും.
അപ്പോൾ അതിൻ്റെയും മാർക്കിൻ്റെ ബേസിസിലായിരിക്കും അവരുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസർ സ്കെയിൽ 2 ആൻഡ് സ്കെയിൽ 3 മാർക്ക് ഒബ്റ്റൈൻഡ് ഇൻ ദ സിംഗിൾ ലെവൽ ഓൺലൈൻ എക്സാമിനേഷൻ്റെ ബേസിസിലായിരിക്കും അവരെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതും. അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് സിംഗിൾ ലെവൽ എക്സാമിനേഷൻ്റെയും പിന്നെ ഇൻ്റർവ്യൂവിൻ്റെയും മാർക്കിൻ്റെ ബേസിസിലായിരിക്കും. അപ്പോൾ ഇതിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിന് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കില്ല. ബാക്കിയുള്ള ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസർ സ്കെയിൽ 1, സ്കെയിൽ 2 ആൻഡ് സ്കെയിൽ 3ക്കാണ് ഇൻ്റർവ്യൂ പ്രോസസ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്യുക. ഡേറ്റ് മറക്കണ്ട, ജൂൺ 7 മുതൽ 27 വരെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം സക്സസ് അക്കാഡമി.